മോശം പറഞ്ഞു. വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുവാണ്. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയം പോയി. ഓക്കെ വിട്ടോ. നമസ്കാരം. രേണു സുധിയുടെ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. ഇന്നലെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ വന്ന ഇന്റർവ്യൂ ആണ്. ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ആണ്. ഈ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മളെ ചൂടാക്കുന്ന രീതിയിലുള്ള, ദേഷ്യം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും ഈ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത്. നമ്മളെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാനും നമ്മളെ ഉത്തരം മുട്ടിക്കാനും വളരെ റൂഡായിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ തന്നെ അവതാരിക ചോദിക്കും. വിളിച്ചു വരുത്തി അപമാനിക്കുന്നതൊന്നുമല്ല, ഇത് മുൻകൂട്ടി പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ആൾക്കാർ ആ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ രേണുവിനോടും നല്ല റൂഡായിട്ട് തന്നെയാണ് അവതാരിക ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നത്. എന്നാൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. രേണു സുധിക്ക് ഇത്രയധികം പോസിറ്റീവ് കമൻസ് വേറെ കിട്ടിക്കാണില്ല. ആ ഇന്റർവ്യൂവിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളൊക്കെ നിങ്ങളൊന്ന് കാണണം. 99% പോസിറ്റീവ് കമൻറ്റുകളാണ്. ഞാൻ 1-2 കമൻറ്റുകൾ ഇവിടെ കാണിച്ചേക്കാം. അപ്പോൾ ഇത്രയും പോസിറ്റീവ് കമൻറ്റ് അവർക്ക് കിട്ടിക്കാണത്തില്ല. അത്രയും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് അവതാരികയെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ്. അവതാരികയോട് ആൾക്കാർക്ക് ദേഷ്യം തോന്നുവാണ്. കാരണം ദേഷ്യം തോന്നിപ്പോവും. അത്തരം ക്വസ്റ്റ്യനുകളാണ് അവതാരിക രേണുവിനോട് ചോദിച്ചേക്കുന്നത്. ഏതായാലും അതിന്റെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. ഓടി തള്ളച്ചി എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തെറിയല്ല. ഞാൻ ഞെക്കി പിടിക്കുന്നു, പിഴിയുന്നു. അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലൊക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്ന് അഭിനയിക്കും. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷൻ കൂടാണ്. ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുപോയത് ഇല്ല. താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ? അതിനെ നോക്കായിരുന്നു. ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രേമ അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്താ? എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല. എനിക്ക് ഒരു തലക്കനവും ഇല്ല. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു. പറയുമായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ. ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി വൈറലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇനി ഒന്നും കിട്ടുന്നില്ല. ഒരു അഭിനയം കിട്ടുന്നില്ല. സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ജന വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാം. രേണു സുധിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിക്ക് കൊടുത്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടൻ 2 മക്കൾക്കാണ് സ്ഥലം കൊടുത്തത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും പരത്തിയടിക്കാനൊക്കെ അറിയാം. നന്നായിട്ട് മോശം പറഞ്ഞു. വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുവാണ്. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് കേട്ടില്ലേ? അവസാനം അവതാരിക ഇറങ്ങിപ്പോകുന്നു എന്നുള്ള രീതിയിൽ ഇൻട്രോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് ഞാൻ ആ ഇന്റർവ്യൂ കണ്ടു. ആ ഇന്റർവ്യൂവിലെങ്ങും അവതാരിക ഇറങ്ങിപ്പോകുന്നില്ല. അതൊരു പക്ഷേ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം, സ്ക്രിപ്റ്റഡ് ആയിരിക്കാം. ഇൻട്രോയിലല്ലേ ഇത് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ആ ഫുൾ ഇന്റർവ്യൂവും കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരു സ്ക്രിപ്റ്റാണ്. അങ്ങനെ ഇറങ്ങിയൊന്നും പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്റർവ്യൂവിൽ കാണിക്കുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? വളരെ റൂഡായിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. അതായത് രേണു സുധിയുടെ ജീവിതമേ ശരിയല്ല, രേണു സുധിയെ ശരിയല്ല, ആ രീതിയിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് അവതാരിക ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവതാരികയ്ക്ക് അങ്ങ് ഹെയ്റ്റാണ്, ഫുൾ ഹെയ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ അവതാരികയ്ക്ക് ഇത്രയും ഹെയ്റ്റ് ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടാകില്ല. രേണു സുധിക്ക് ഇത്രയും പോസിറ്റീവ് കമന്റ്സ് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. അത്രയും പോസിറ്റീവ് കമന്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാം. രേണു സുധി എല്ലാ ക്വസ്റ്റ്യനും ക്ലിയർ കട്ടായിട്ട് ആൻസർ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ആൻസർ കൊടുക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യന് പോലും ആൻസർ കൊടുക്കാതെ ഇരിക്കുന്നില്ല. ഒരു ക്വസ്റ്റ്യന് മുമ്പിലും പകച്ചിരിക്കുന്നില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. രേണു സുധി ശരിക്കും ഇമ്മ്യൂണായി. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ നെഗറ്റീവിനോട് ആൾക്കാർ പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. രേണു സുധി ഇത്രയും നെഗറ്റീവ് കേട്ട് അവരങ്ങ് തഴമ്പിച്ചു. അതായത് അവരൊരിക്കലും ഡൗൺ ആയി പോയില്ല. പകരം ഈ നെഗറ്റീവ് ഒക്കെ രേണു സുധിയെ വളർത്തുകയാണ് ചെയ്തത്. അവരിപ്പോൾ ഈ നെഗറ്റീവിനോടൊക്കെ പൂർണ്ണമായിട്ടും ഇമ്മ്യൂണായി. അവരുടെ ശരീരവും മനസ്സും എല്ലാം ഈ നെഗറ്റീവിനോട് ഇമ്മ്യൂണായി. എത്ര നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും ഈ സമൂഹത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ താൻ തന്നെ കഷ്ടപ്പെടണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കാം, ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കാം രേണു സുധി ഇപ്പോൾ ടോട്ടലി ഇമ്മ്യൂൺ ആയത്. നല്ല രീതിയിൽ വ്യക്തമായിട്ടാണ് രേണു സുധി ആൻസർ കൊടുക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ നല്ല രീതിയിൽ മറുപടി പറയുന്ന സ്ത്രീകളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരോടൊക്കെ എനിക്ക് ഒരു ബഹുമാനം തോന്നിപ്പോവും. അതുപോലെ എനിക്ക് രേണുവിനോടും ബഹുമാനം തോന്നുന്നുണ്ട്. നല്ല ഒന്നാന്തരം ഉത്തരങ്ങളാണ് അവതാരികയ്ക്ക് മുമ്പിൽ കൊടുത്തത്.
പല ആൾക്കാരും പകച്ചു പോവും. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ പലരും പകച്ചു പോവും, എന്ത് ഉത്തരം പറയണമെന്നിങ്ങനെ മിണ്ടാതെ ഇരുന്നു പോവും. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ പോലും നന്നായിട്ട് മറുപടി കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ അവതാരിക വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും രേണുവിനോട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചേട്ടന്റെ മരണത്തിന് മുൻപ് രേണു സുധിയെ ആൾക്കാർക്ക് അധികം അറിയത്തില്ലായിരുന്നു. പക്ഷെ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേയധികം ആൾക്കാർക്ക് അറിയാം, കുപ്രസിദ്ധിയായിട്ട് തന്നെ അറിയാം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്നാൽ അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിച്ച് അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം, എന്നെ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത്? വന്നിട്ടില്ല അവസരം. അപ്പൊ ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ്? ഞാൻ അങ്ങോട്ട് കയറി സൃഷ്ടിച്ചു. കള്ളമല്ലേ? ഇല്ലില്ല, ഒരിക്കലും അല്ല, സത്യം. ഞാൻ അങ്ങോട്ട് കയറി ആരോടും ചോദിച്ചിട്ടില്ല എന്നെ അഭിനയിപ്പിക്കാവോ, എന്നെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കാവോ, ഒന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് ചെയ്യും. അപ്പോൾ ഈ ഇനിയും ചെയ്യും, വരുന്നത് നല്ല ഇതാണെങ്കിൽ ഇനിയും ചെയ്യും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പൊ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം, അങ്ങനെ പോകണമെന്നൊരു ഇതിലാണല്ലോ പറയുന്നത്. തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നമുക്ക് തോന്നുന്നു അങ്ങനെ. അതായത് ഞാൻ ഇനിയും തയ്യാറാണ്. ശരിയാവാം. കാരണം എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയിപ്പോയി എനിക്ക്. അതായത് ഒരു ഈ സൈക്കോസിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സൈക്കോ ആയിപ്പോയെന്ന് തോന്നും. കേട്ടല്ലോ, കോമൺ ആയിട്ട് രേണുവിനെ കുറിച്ച് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, സുധിച്ചേട്ടനുള്ളപ്പം ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? അതിനുള്ള ആൻസർ വ്യക്തമായിട്ട് രേണു കൊടുത്തിട്ടുണ്ട്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിലും അവസരം വരുമായിരുന്നുണ്ടെങ്കിൽ ചെയ്തേനെ. അപ്പം എല്ലാത്തിനുമുള്ള ഉത്തരം രേണു പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ക്വസ്റ്റ്യനുള്ള ആൻസറും രേണു പറഞ്ഞു കഴിഞ്ഞു. രേണു എന്താണെന്നുള്ളതും രേണുവിൻ്റെ ജീവിതം എന്താണെന്നുള്ളതും ഏകദേശം ഇപ്പോൾ ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പാഷനാണ്, അവരുടെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഇൻ്റർവ്യൂ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇതിന് മുമ്പുള്ള ഇൻ്റർവ്യൂ പോലെ രേണുവിനെ വെളുപ്പിക്കാൻ ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. രേണുവിനെ വെളുപ്പിക്കാൻ ചെയ്തൊരു ഇൻ്റർവ്യൂ ഒന്നും അല്ല, രേണുവിനെ നെഗറ്റീവായിട്ട് കാണിക്കാൻ ചെയ്തൊരു ഇൻ്റർവ്യൂ ആണ്. പക്ഷേ ഇത് രേണുവിന് പോസിറ്റീവായിട്ടാണ് മാറിയിരിക്കുന്നത്. ഈ ഇൻ്റർവ്യൂ പൂർണ്ണമായിട്ടും രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് പോസിറ്റീവായിട്ടാണ് മാറിയിരിക്കുന്നത്. എനിക്ക് രേണു സുധിയോടുള്ള ഒരേ ഒരു എതിർപ്പെന്ന് പറയുന്നത്, പല ആൾക്കാരും രേണുവിൻ്റെ അടുത്ത് കൂടുന്നത് രേണുവിൻ്റെ നെഗറ്റീവിന് വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നെഗറ്റീവിന് വേണ്ടിയിട്ട് രേണു മനഃപൂർവ്വം നിന്നു കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തെറ്റായിട്ടാണ് എന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അത് തെറ്റ് തന്നെയാണ്. ഓക്കെ, നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വം പല കാര്യങ്ങളും രേണുവായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തെറ്റാണ്. അതൊഴിച്ചു കഴിഞ്ഞാൽ രേണു ചെയ്യുന്നതിനോടൊന്നും തന്നെ എനിക്കൊരു നെഗറ്റീവും തോന്നിയിട്ടില്ല. എനിക്ക് അതിനകത്തൊന്നും വിമർശിക്കാൻ തോന്നിയിട്ടില്ല. രേണുവിൻ്റെ ഇഷ്ടമാണ് അഭിനയിക്കുന്നതും ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇടണം എന്നുള്ളതൊക്കെ രേണുവിൻ്റെ ഇഷ്ടമാണ്. അതിനകത്ത് നമുക്ക് പോയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പിന്നെ രേണു അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രേണുവിൻ്റെ അഭിനയം അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ നല്ല രീതിയിൽ അഭിനയിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. മുഖത്ത് അങ്ങനെ വലിയ രീതിയിലുള്ള ഭാവങ്ങളൊന്നും രേണുവിന് വന്നിട്ടില്ല. എന്ന് വെച്ച് രേണുവിൻ്റെ ഫേസിനെയോ രേണുവിൻ്റെ ശരീരത്തെയോ പോയി ബോഡി ഷെയ്മിങ് ചെയ്യാൻ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. രേണുവിനെ ട്രോളാൻ വേണ്ടിയിട്ട്, രേണുവിനെ മനഃപൂർവ്വം ഊക്കാൻ വേണ്ടിയിട്ട്, രേണുവിൻ്റെ ശരീരം ഇങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഭയങ്കര ബോറാണ്. അവരുടെ ശരീരം അത് അങ്ങനെയാണ്, അത് അവരുടെ യുണീക്നെസ് ആണ്. അത് മാറ്റാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലാക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഇപ്പം നമുക്കൊരു ശരീരം കിട്ടുന്നു, നമുക്കൊരു മുഖം കിട്ടുന്നു, ഒരു ഫേഷ്യൽ സ്ട്രക്ചർ കിട്ടുന്നു, അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് ജന്മനാ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ കളിയാക്കുന്നത് ഒട്ടും ശരിയല്ല. അവരുടെ മോന്ത ഇങ്ങനെ ഇരിക്കുകയാണ്, അവരുടെ മോന്ത ശരിയല്ല, അവരുടെ വായ് ഇങ്ങനെ ഇരിക്കുകയാണ്, പല്ലിങ്ങനെ ഇരിക്കുകയാണ്, അതൊന്നും അവരുടെ കയ്യിലല്ല. പിന്നെ അവർക്ക് ഒത്തിരി കാശൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് അത് മോഡിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും, പല സിനിമാ നടിമാരും ചെയ്യുന്നത് പോലെ. പക്ഷെ ഇപ്പോൾ അവരുടെ കാശില്ല. അവരുടെ ഫേസ് എങ്ങനെയാണോ അങ്ങനെ ആ ഫേസ് ഇരിക്കത്തുള്ളൂ. അപ്പോൾ പോയിട്ട് ബോഡി ഷേമിങ് ചെയ്യുക, നിന്നെ കാണാൻ ഇങ്ങനെ ഇരിക്കുന്നു, എരുമയെപ്പോലെ ഇരിക്കുന്നു, എലിയെപ്പോലെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ്. കാരണം ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രേണുവിനെ വിമർശിക്കുന്നവരുണ്ടായിരിക്കാം. വിമർശനം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വിമർശിക്കുക, അല്ലാതെ രേണുവിൻ്റെ മുഖത്തെ കളിയാക്കുക, രേണുവിൻ്റെ ശരീരത്തെ കളിയാക്കുക, രേണു മെലിഞ്ഞിരിക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കാതെ ഇരിക്കുക. ഒരാളുടെ ശരീരം, ഒരാളുടെ ഫേസ്, അയാളുടെ സ്കിൻ കളർ, അയാളുടെ മുടി എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിലാരും തെറ്റ് ചെയ്തിട്ട് കിട്ടുന്നതൊന്നുമല്ല. അതൊരിക്കലും തെറ്റല്ല. ഓരോരുത്തരുടെ ശരീരം അവരവർക്ക് യുണീക്കാണ്, അവരവർക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് പോയി ബോഡി ഷേമിങ് ചെയ്യുന്നവരോട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എതിർപ്പാണ്. പിന്നെ ഈ ഇൻ്റർവ്യൂ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക, ശരിക്കും ഇഷ്ടപ്പെടും. കാരണം ഒരു സ്ത്രീ
അവർക്ക് നേരെ വരുന്ന ക്വസ്റ്റ്യനുകൾക്കൊക്കെ ക്ലിയർ കട്ടായിട്ട് മറുപടി കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. പിന്നെ എല്ലാത്തിലും നെഗറ്റീവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ അങ്ങനെയല്ല. ഇപ്പം രേണുവിനെ കുറിച്ച് നെഗറ്റീവ് കാണണം, നെഗറ്റീവ് കണ്ടെത്തി വീഡിയോ ചെയ്യണം എന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. രേണു നല്ല കാര്യം ചെയ്തപ്പോഴൊക്കെ അത് നല്ലതാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. രേണു ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചീത്തയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിമർശിക്കുമ്പോഴും ഞാൻ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത്. ഇതുവരെ ഞാൻ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ രേണുവിനെ മനഃപൂർവ്വം വിമർശിച്ചിട്ടില്ല. രേണുവിൽ നെഗറ്റീവ് കാണണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വം സൂക്ഷ്മതയോടുകൂടിയിട്ട് കണ്ടെത്തി ഞാൻ ഇതുവരെയും രേണുവിനെ വിമർശിച്ചിട്ടില്ല. എല്ലാവരെയും അങ്ങനെ തന്നെയാണ്. ഞാൻ വിമർശിച്ചിട്ടുള്ളവർ പോലും നല്ല കാര്യം ചെയ്യുമ്പോൾ ഞാൻ നല്ലതാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്.